ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്ത കേട്ട് 2 ദിനവൃത്താന്തം 7:14 ഇങ്ങനെ വായിക്കുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇവിടെ ഇസ്രായേൽ ജനം മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ദുഷ്പ്രവർത്തികളെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കുമെന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടത്. ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം, മനം തിരിയണം, മാനസാന്തരപ്പെടണം. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവം പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം കൊടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് പകലിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങൾക്കും കാരണം പാപമാകാം. ഞാൻ എല്ലാ വിഷയങ്ങൾക്കും കാരണം പാപമാകാമെന്നല്ല അവകാശപ്പെടുന്നത്. ചില വിഷയങ്ങൾക്ക് നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾക്ക് കാരണം പാപമാകാം. ഇന്ന് പകലിൽ ആ മണ്ഡലത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അതിൽ നിന്നും വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ ആ മണ്ഡലത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാകുവാൻ പോകുന്നു. രഹസ്യ പാപങ്ങളാകാം, നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒതുക്കിയിട്ടിരിക്കുന്ന പാപ സ്വഭാവങ്ങളാകാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അഭിഷേകത്താൽ ചില പാപത്തിന്റെ നുകങ്ങളെ ദൈവം ഇന്ന് പകലിൽ തകർത്ത് കളയുമെന്ന് വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആരോടും ശക്തമായി ഇടപെടുന്നു. ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ നിങ്ങൾ ഇന്ന് പകലിൽ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകത്തെ പകരും. സ്തോത്രം. പല രോഗങ്ങൾക്കും കാരണം വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും കാരണം പാപമാകാം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ റെഡിയാണോ? സ്തോത്രം. എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും നമ്മൾ പാപത്തിന്റെ അധീനതയിലാണെന്ന്, അല്ലെങ്കിൽ പാപമാണ് ഈ വിഷയത്തിന് കാരണമെന്ന്? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ആരെങ്കിലും ആ മണ്ഡലത്തിന്മേൽ കുരുങ്ങിക്കിടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. ഇന്ന് പകലിൽ നിങ്ങൾ സ്വാതന്ത്ര്യമാകുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ചെറിയ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവച്ച, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് പാപമാണെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങൾ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നു. സ്വർഗമേ, സ്വർഗം തുറന്ന് പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്ക് പാപക്ഷമ തരണമേ. ഇന്ന് ഈ വിഷയത്തിന്മേൽ കുരുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളെ സ്വർഗം സ്വാതന്ത്ര്യമാക്കിയിട്ട് നന്ദി. കർത്താവ്, വിട്ടുമാറാത്ത രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ദേശത്തിന് സൗഖ്യം സംഭവിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവും മൊത്തം കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.